സംസ്ഥാനത്തെ സ്വർണ്ണവില ദിനംപ്രതി ഉയരുകയാണ്. അതിനാൽ തന്നെ കൂടുതൽ ലാഭം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സ്വർണ്ണം വിൽക്കാനായി ജ്വല്ലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ സ്വർണ്ണം വിറ്റാൽ കാര്യമായ വില ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതികൾ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും വർധനവാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ ഉയർന്ന നിലവാരത്തിൽ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുമ്പോൾ ഒരു പവന് 1,18,480 രൂപയാണ് വില. ഈ സാഹചര്യത്തിൽ ഇന്നൊരു പവൻ ആഭരണമായി വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 1,30,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. എന്തായാലും വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ ഉപഭോക്താക്കൾ മടിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ കുറവ് വരുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വിലയിൽ ചെറിയൊരു കുറവ് വന്നാലും വീണ്ടും വില കൂടുകയാണ് ചെയ്യുന്നത്. ഇതേസമയം കൂടുതൽ ലാഭം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സ്വർണം വിൽക്കാനായി ജ്വല്ലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ സ്വർണം വിറ്റാൽ കാര്യമായ വില ലഭിക്കുന്നില്ലെന്ന പരാതികൾ നിരവധി പേർ ഉന്നയിക്കുന്നു. ആളുകൾക്ക് 2 ആഴ്ച മുൻപ് വരെ ലഭിച്ചിരുന്ന വില ഇപ്പോൾ സ്വർണം വിൽക്കാൻ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇത് വ്യാപാരികളുടെ കുഴപ്പമല്ലെന്നും ഇപ്പോഴത്തെ 24 ക്യാരറ്റിന്റെ വില വരുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യത്യാസപ്പെട്ടാണ് കാണുന്നതെന്നും സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് സീ മലയാളം ന്യൂസിനോട് പറഞ്ഞു. നേരത്തെ 2% വരെ കുറച്ചെടുക്കാൻ പറ്റിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 5% വരെ കുറച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വിലയിൽ വലിയ അന്തരമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 200-300 രൂപയുടെ അന്തരം സ്വർണ്ണവിലയിലും തങ്കവിലയിലും വരുന്നുണ്ട്. അതിനാൽ തന്നെ നേരത്തെ 2%-3% മാത്രം കുറവിൽ എടുത്തിരുന്ന ആഭരണങ്ങൾ നിലവിൽ വിൽക്കുമ്പോൾ 4%, 5% ഒക്കെ കുറച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യക്കാരല്ലാത്തവർ കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ഒരു മാസത്തോളം കാത്തിരുന്നാൽ ഒരുപക്ഷെ കൂടുതൽ വിലയ്ക്ക് സ്വർണം വിൽക്കാൻ സാധിക്കുമെന്നും നിഗമനമുണ്ട്. കേരളത്തിലെ സാഹചര്യമല്ല സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. മൊത്തത്തിൽ വ്യാപാരം നടക്കുന്നതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് വ്യാപാരം നടക്കുന്നത്. വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ആളുകളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയൊക്കെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് സ്വർണത്തിന് വലിയ തോതിൽ വില വ്യത്യാസം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ സ്വർണ്ണവില കുറയുന്ന ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് താൽക്കാലികമാണെന്നും സ്വർണ്ണവില കുതിപ്പ് തുടരുമെന്നും തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.